അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എത്രയോ കാലം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാക്കിയ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇടതുപക്ഷം വിലയിരുത്തിയിട്ടില്ലേ, CPM വിലയിരുത്തിയിട്ടില്ലേ? പിണറായി വിജയൻ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ ജമാഅത്തെ ഇസ്ലാമി അമീറുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം സംബന്ധിച്ച് ഡൈല്യൂഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണമോ ചോദിക്കുകയുണ്ടായോ? അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ബർമുടയും നിങ്ങളിട്ടാൽ വള്ളിക്കളസും എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ന്യായമല്ലേ ഇപ്പൊ വസീഫ് പറയുന്നത്? വസീഫിന്റെ മതനിരപേക്ഷതയെക്കുറിച്ചൊന്നും എനിക്ക് സംശയമൊന്നുമില്ല, വസീഫ് വരുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ വസീഫെ, ഇവിടെ പ്രശ്നം എന്താ? ഇപ്പൊ PDPയുടെ അബ്ദുൾ നാസർ മദനിയെ വേദിയിലിരുത്തി, പൊന്നാനി വേദിയിലിരുത്തി പ്രസംഗിപ്പിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ PDPയുടെ പിന്തുണ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് മതേതരവും, ഏതെങ്കിലും PDPക്കാരൻ ഓടിക്കുന്ന ബസ്സിൽ ഒരു UDFകാരൻ കയറി കഴിഞ്ഞാൽ അത് വർഗീയവാദിയുമായിട്ടുള്ള ചങ്ങാത്തവുമാവുന്നത് എങ്ങനെയാണ്? മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഇപ്പൊ പല സാഹചര്യം നിങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പിന്തുണ UDFന് കിട്ടിക്കഴിഞ്ഞാൽ അത് വർഗീയ പിന്തുണ, അത് തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കൽ. അതേ സമയത്ത് നിങ്ങൾ ന്യായീകരിക്കുന്ന സമയത്ത്, നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് നടക്കുന്ന സമയത്ത് അവരൊക്കെ വിശുദ്ധരായി മാറുന്നു. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം ഈ വർഗീയ പ്രസംഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വർഗീയ പ്രസംഗം നടത്തിയതിന് കേസുകൾ നേരിടുന്ന യോഗി ആദിത്യനാഥിനെ കേരളത്തിലേക്ക് സർക്കാർ സ്പോൺസേഡ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതും അവസാനം ക്ഷണിച്ചു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആശംസാ സന്ദേശം ഇവിടെ വായിക്കുകയും ചെയ്തത് എങ്ങനെയാണ്? നിങ്ങൾ പ്രവീൺ തൊഗാഡിയുടെ കുറിച്ച് പറയുന്ന സമയത്ത്, അതിനുശേഷം പ്രവീൺ തൊഗാഡിയുടെ കേസ് ഈ കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ വർഗീയ അന്തരീക്ഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, കാലുഷ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില നിലപാടുകൾ എടുത്തതിന്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളെ സർക്കാരുകൾ അന്വേഷണം ഭരിച്ചല്ലോ, എന്തേ നിങ്ങൾ ആ കേസുകൾ പുനരുജ്ജീവിപ്പിച്ചില്ല? ചോദ്യം ഇങ്ങോട്ട് വേണ്ട, ചോദ്യം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ പരീക്ഷ പോലെ എഴുതാത്തത്. നിങ്ങൾ ഒരേ സമയത്ത് യോഗി ആദിത്യനാഥിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്, യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ച് പുളകം കൊള്ളുന്നവരാണ്. അപ്പൊ അതേ ആളുകൾ പ്രവീൺ തൊഗാഡിയുടെ കാര്യം പറയുന്ന ഇരട്ടത്താപ്പല്ലേ? നിങ്ങൾ പിന്നെ അബ്ദുൾ നാസർ മദനി ഇതേപോലെ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ നടത്തിയതിന്റെ സംഗമത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകനല്ലേ. അപ്പോ നമ്മുടെ ദേവസ്വം മന്ത്രി സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒരു ആശംസാ സന്ദേശം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അത് വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് എന്നുള്ളതാണ് ഫാക്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത് ഇപ്പൊ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ രേവന്ത് റെഡ്ഡിയുടെ ഒരു ആശംസാ സന്ദേശം ഇവർക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല. സിദ്ധരാമയ്യയുടെ ഒരു ആശംസാ സന്ദേശത്തിന് ഇവർ ശ്രമിച്ചിട്ടില്ല. രേവന്ത് റെഡ്ഡിയുടെ ഒരു ആശംസാ സന്ദേശം ഇവർ അയക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ വരുന്ന ആ തെലങ്കാനയിലെയോ അതല്ലെങ്കിൽ കർണാടകയിലെയോ മുഖ്യമന്ത്രിയുടെ ആശംസാ സന്ദേശത്തിന് ശ്രമിക്കാത്ത ഈ ഇടതുപക്ഷ സർക്കാർ, യോഗി ആദിത്യനാഥ്, ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശിൽ നിന്ന് ഏതെങ്കിലും ഒരു UPക്കാരൻ മാലയിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ടോ? ശബരിമലയിലേക്ക് വരുന്നുണ്ടോ? സംഘത്തോടുകൂടി കേരളത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകം അറിഞ്ഞു എന്നാണ് CPI അവകാശപ്പെടുന്നത്. അതിനു മുമ്പ് ഏതൊരു കുഞ്ഞു ക്ഷേത്രം കേരളത്തിൽ ഉണ്ടായിരുന്നുള്ള മട്ടിലാണ് ഇവർ ആ സമയത്ത് പറഞ്ഞത്. ഒക്കെ അവിടെ നിൽക്കട്ടെ, ശരി, നമുക്ക് വിടാം. ശ്രീ ജോർജ് പൊടിപ്പാറ, എന്റെ ചോദ്യം ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. ഇപ്പൊ ഈ മാറാട് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ചർച്ചയിലേ ഇല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ആദ്യത്തെ ക്ലീൻ ചിറ്റ് കൊടുത്തതാരാ? ആ ക്ലീൻ ചിറ്റ് കൊടുത്ത് ദേശാഭിമാനിയാണ്, CPMന്റെ മുഖപത്രമാണ്. ഞാൻ അതാണ് അല്പസമയം മുമ്പ് അങ്ങേക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടത്തിയിട്ടുള്ള ചർച്ച അവരിപ്പോ അംഗീകരിക്കുന്നില്ലല്ലോ. അവർ പറയുന്നത് AKG സെന്ററിൽ എന്നെ വന്ന് കണ്ടു എന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷെ ആലപ്പുഴയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആദ്യത്തെ ക്ലീൻ ചിറ്റ് കൊടുത്തത് കോൺഗ്രസ് അല്ല, മറിച്ച് CPM ആണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ തലയിലേക്ക് അത് കെട്ടിവെക്കാൻ നോക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾ നടപ്പാക്കുന്ന BJPയുടെ ആശയങ്ങൾ BJPയേക്കാൾ കൗതുകത്തോ അല്ലെങ്കിൽ വേഗതയോടുകൂടി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ, ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത്, ഇവിടുത്തെ എക്കണോമിയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ ഒരു സർക്കാർ 10 വർഷമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു മോചനം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ മോചനത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവരെ പരമാവധി വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ഈ സംസ്ഥാനത്ത് ഒരു മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്ന, സംഘപരിവാറിന്റെ കടന്നുകയറ്റം സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു മതനിരപേക്ഷ സർക്കാർ കേരളത്തിൽ തിരിച്ചു വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ ആഗ്രഹത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കും. 1. 2, നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് CPMനെ എതിർക്കേണ്ടി വരുന്നത്? ഇപ്പൊ വസീഫ് തന്നെ പറയുമ്പോൾ, വസീഫ് ഞങ്ങളുടെ പ്രസംഗത്തിൽ ഞങ്ങൾ ഏറെ സമയവും RSSനെ വിമർശിക്കാറുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾ പ്രസംഗത്തിൽ വിമർശിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ RSSുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള കാപട്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ്.
മുന്നണിക്കകത്തുള്ള CPI-യുമായി ഒന്ന് ചർച്ച ചെയ്യാതെ മന്ത്രിസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയുടെ അരികിൽ ചേർന്നിരിക്കുന്ന 2ാം നമ്പർ കാർ ഉപയോഗിക്കുന്ന ഒല്ലൂരിലെ മന്ത്രി രാജനുമായിട്ടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് RSSന്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുല്യം ചാർത്തി വന്നവരാണ് നിങ്ങൾ. ആ വിവാദം നിങ്ങൾ മറന്നുപോയോ? CPI പറഞ്ഞില്ലേ ഞങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് CPIക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് വന്നപ്പോ CPIക്ക് എതിർക്കേണ്ടി വന്നില്ലേ? അപ്പൊ അത് മാത്രമല്ല, UAPയുടെ അമെന്റ്മെന്റ് വന്നു. UAPയുടെ അമെന്റ്മെന്റ് വന്നപ്പോ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം അത് നടപ്പാക്കിയ ഗവൺമെന്റ് ആയിട്ട് മാറിയില്ലേ? കോഴിക്കോട്ടെ 2 ഇടതുപക്ഷക്കാരായിട്ടുള്ള 2 വിദ്യാർത്ഥികളെ അലനെയും താഹയെയും UAPയെ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചില്ലേ? അന്ന് എന്ത് ന്യായീകരണമായിരുന്നു ഗോവിന്ദൻ മാഷ ഭാഗത്തുണ്ടായത്? അത് ഭരണകൂടവും അല്ലെ അയ്യപ്പദാസിന്റെ ഒരു ചർച്ചയിലാണെന്നാണ് എന്റെ ഓർമ്മ. വളരെ രസകരമായിട്ട് ഈ ഗോവിന്ദൻ മാഷ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല, അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ച ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അയ്യപ്പദാസിന്. അത് ഭരണകൂടവും അതെന്താണ് ഭരണകൂടം ഭരിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും ഭരണകൂടം CPM-ന്റേതല്ല എന്നൊരു സിദ്ധാന്തമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഭരണകൂടത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടി വരും പിണറായി വിജയന്റെ സർക്കാരിന് എന്നൊരു വിചിത്രമായിട്ടുള്ള ന്യായം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരുപക്ഷെ അയ്യപ്പദാസിന് ഓർമ്മയുണ്ടാകും. അപ്പോ പിന്നെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാത്തരം വിദ്വേഷപരമായിട്ടുള്ള വിഘടനപരമായിട്ടുള്ള അജണ്ടകളെയും കേരളത്തിൽ സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ഒരു BPO വർക്കാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് വാസ്തവത്തിൽ പിണറായി വിജയനെ നരേന്ദ്രമോദിയും BJPയും ചേർന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് ഇവിടെ പണിക്ക് വെച്ചിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾ തൂത്തെറിയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലുള്ള പിന്തുണ എന്താണെന്നൊക്കെ നമുക്കറിയാം. അവർ വളരെ കുറച്ച് സെഗ്മെന്റുകളിൽ മാത്രമുള്ള വളരെ കുറച്ച് ജനപിന്തുണയുള്ള അല്ലെങ്കിൽ കുറച്ച് അനുഭാവികൾ മാത്രമുള്ള ഒരു ചെറിയ സംഘടനയാണ്. അപ്പൊ അവരെ വെച്ചുകൊണ്ട് എന്തോ വലിയ ഭൂതം വരുന്നേ, അവരെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വലിയ ഒരു ഭൂരിപക്ഷത്തെ ഭയവിഹുലരാക്കി അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരിശ്രമം നടത്തുകയാണ്. നോക്കൂ, AK ബാലൻ ഇന്ന് പറഞ്ഞ അതേ കാര്യം ഇവരെല്ലാവരും ആവർത്തിക്കുന്നുണ്ടല്ലോ. BJPയുടെ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ബാലൻ പറഞ്ഞ അതേ വാചകങ്ങൾ അദ്ദേഹം ആവർത്തിക്കും. അതല്ലെങ്കിൽ മറ്റു പല ഇത്തരത്തിലുള്ള വിഘടനപരമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ഒരേ ഭാഷയിൽ ഒരേ ശൈലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇതെല്ലാം ഒരു കൃത്യമായ ഒരു പോയിന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്നാൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പല ആളുകളെ ഏൽപ്പിച്ചിട്ടുള്ള ക്യാപ്സ്യൂളുകളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ക്യാപ്സ്യൂളുകളുടെ ഉൽപാദന കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയിലെ BJP ഓഫീസാണ്. അവിടുന്നാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചില മേഖലകളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ വർക്കാണ് പിണറായി വിജയനും സംഘവും ബാലൻ മുഖേന ഏറ്റെടുത്തിട്ടുള്ളത്. ഏതോ ഇവിടെ നടന്ന ഏതൊരു സമരത്തിൽ UDFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ബാക്കി മറ്റേതോ സംഘടന പ്രവർത്തകരൊക്കെ നിസ്കരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ സ്വാഭാവികമായിട്ടും നിസ്കരിക്കുക എന്നുള്ളത് ഒരു കുറ്റാണോ? വസീഫ് നിസ്കരിക്കുന്ന ആളാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ മതവിശ്വാസം സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഒരു വിശ്വാസിക്ക് അത് സമരഭൂമിയാണോ യുദ്ധഭൂമിയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമാണോ എന്ന് നോക്കിയിട്ടാണോ നിസ്കരിക്കേണ്ടത്? അങ്ങനെയാണോ ഇസ്ലാമിക പ്രമാണം? എനിക്കറിയില്ല. അത് അദ്ദേഹമാണ് മറുപടി കൊടുത്തത്. മറ്റൊന്ന്, ഈ ലീഗിന്റെ പ്രവർത്തകർ സമരവേദിയിൽ നിസ്കരിക്കുന്നത് മഹാപാതകവും വർഗീയതയും, അതേസമയത്ത് പിണറായി വിജയന്റെ കേരള യാത്രയിൽ KT ജലീൽ നിസ്കരിച്ചിട്ട് അതിന്റെ ചിത്രമെടുത്ത് സാമൂഹിക മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് മതേതരത്വം ആവുന്നത് എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് 2 നിലപാടുള്ളത്? നിനക്ക് എത്ര തന്തയുണ്ടാ? ഇവിടെ നിങ്ങൾ യോഗി ആദിത്യനാഥിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. KT ജലീൽ പോയി യോഗി ആദിത്യനാഥിന്റെ കൂടെ സെൽഫി എടുത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ വസീഫ് അടക്കമുള്ളവർക്ക് അതിൽ പ്രതിഷേധമില്ല, നിങ്ങൾ യാതൊരു എതിർപ്പുമില്ല. എത്ര ഭയങ്കര ബഹുമാനത്തോടുകൂടിയാണ് ജലീൽ യോഗി ആദിത്യനാഥിന്റെ കൂടെയുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 1-2 കാര്യം പറയട്ടെ. അദ്ദേഹം ഈ BJP എതിർക്കുന്ന കാര്യം പറഞ്ഞല്ലോ. RSSുമായി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. RSSുമായി നേരിട്ട് BJP അതായത് RSSന്റെ രാഷ്ട്രീയ രൂപവുമായി നേരിട്ട് സഖ്യമുണ്ടാക്കിയവരാണ്. 1967 സംയുക്ത വിധായക് ദൾ എന്ന പേരിൽ 5ഓളം സംസ്ഥാനങ്ങളിൽ നേരിട്ട് നിങ്ങൾ മുന്നണിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചു. പഞ്ചാബിൽ ജനസംഘവും CPM-ഉം ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ കൺവീനർ അന്തരിച്ച ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു. ബീഹാറിൽ ഇടതുപക്ഷ പാർട്ടികളും ജനസംഘവും ഒരു ക്യാബിനറ്റിൽ അംഗമായിരുന്നു. ഒരു ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഡിസന്റ് നോട്ട് എഴുതാൻ പറ്റില്ല, ഏകാഭിപ്രായം വേണം.
ബംഗാളിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അജോയ് മുഖർജിയുടെ സർക്കാരിൽ അന്നത്തെ ജനസംഘത്തിന്റെ ഏക MLA പിന്തുണയുണ്ട്. അതായത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി 1967 ഒരു മുന്നണിയായിട്ട് സംയുക്ത വിധായക് ദളായി SVD എന്ന മുന്നണിയായി ഈ രാജ്യത്ത് ഒരുമിച്ച് മത്സരിച്ച് അധികാരത്തിലേറിയ ചരിത്രം നിങ്ങൾക്കുണ്ട്. ഒന്ന്, ഇനി 10 വർഷം കഴിഞ്ഞ് 77 വീണ്ടും നിങ്ങൾ മുന്നണിയായല്ലോ, നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ചല്ലോ. ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ വന്നത് LK അദ്വാനിയാണ്, നിങ്ങൾക്ക് മറന്നുപോയോ? ഇനി 87 ശേഷം വീണ്ടും നിങ്ങൾ ഒരുമിച്ചല്ലോ VP സിംഗിനെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട്. സോമനാഥ് ചാറ്റർജിയും ജ്യോതിബാസുവും അതുപോലെ തന്നെ അർക്കിഷൻ സിംഗ് സുർജിത്തും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇന്നും അവൈലബിൾ ആണല്ലോ. വീണ്ടും 10 വർഷക്കാലത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നാം UPA സർക്കാരിനെ അധികാരത്തിന് പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടില്ലേ? നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എല്ലാ കൃത്യമായ ഇടവേളകളിലും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന ഒരു അവിശുദ്ധ ബന്ധമാണ് നിങ്ങളുടേത്. എല്ലാ കൃത്യമായ ഇടവേളകളിലും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന അവിശുദ്ധ ബന്ധമാണ് RSSും CPM-ഉം തമ്മിലുള്ളത്. ആ ബന്ധത്തിന്റെ എക്സ്റ്റൻഷനാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും ആവശ്യം ഒന്നാണ്, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി RSSുമായി സഹകരിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയില്ല, അശേഷം മടിയില്ലാത്തവരാണ്. നിങ്ങൾ എല്ലാ കാലത്തും തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയൻ ആദ്യ തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന സമയത്തും നിങ്ങൾ RSSന്റെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്. RSSന്റെ പിന്തുണ നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാ. ജനസംഘത്തോട് ആരാണ് ചേർന്നതെന്നും പിന്നീട് ജനസംഘം എന്തായിരുന്നു എന്നും അതിൽ കോൺഗ്രസിന്റെ പങ്കെന്തായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അടിയന്തരാവസ്ഥാനന്തരം ഉണ്ടായ രാജ്യത്തെ ഒരു രാഷ്ട്രീയ അതൊക്കെ ഒരുപാട് സമരത്തിൽ വേണമെങ്കിൽ അടുത്തൊരു ദിവസം വെച്ചോ. അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോ സംഘപരിവാർ കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും